Hello, welcome to another video. Niya's Dr. ഷാഹിന. സോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വ്ളോഗ് ചെയ്യാൻ വന്നേക്കുന്നത്. ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നീസ ഇല്ല, നീസ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ എന്താ പറയാ, ഇങ്ങനെ വീട്ടിൽ പെരുന്നാൾ കഴിഞ്ഞ് പോയപ്പോൾ ഉമ്മച്ചി കുറച്ച് ബീഫ് തന്നു വിട്ടു. അപ്പോൾ ബീഫ് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളാകാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഇത്തത്തമാരൊക്കെ പാൽക്കപ്പയും ബീഫ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നു. പാൽക്കപ്പയും ബീഫൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഓരോന്നും പരീക്ഷിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. സോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. എങ്ങനെയാവുന്നൊന്നും എനിക്ക് അറിയില്ല. യൂട്യൂബ് നോക്കിയിട്ട് നമ്മുടെ ഷാൻജിയോ ചേട്ടന്റെ യൂട്യൂബ് ചാനലാണ് ഫോളോ ചെയ്യുന്നത്. സോ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പോരായ്മകളും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളത് എക്സ്ക്യൂസ് ചെയ്യണം. ഓക്കെ. സോ ഞാൻ ഓൾറെഡി നേരത്തെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കി എനിക്ക് തോന്നുന്നു കണ്ടിട്ട് സിമ്പിൾ ആണ്, ഉണ്ടാക്കി വരുമ്പോ എന്താവുമെന്ന് എനിക്കറിയില്ല. സോ ഞാനിങ്ങനെ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് അപ്പൊ വേവിച്ച കപ്പ അതിലേക്ക് ഞാൻ മാറ്റുകയാണ്. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാനതൊന്ന് കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലാക്കി വെച്ചേക്കായിരുന്നു. ചൂടൊക്കെ ആറി ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റി. ബീഫ് ഇല്ലാത്തത് കൊണ്ടിട്ട് എനിക്കിതൊന്നും കാണിക്കാൻ പറ്റില്ല. സോ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറഞ്ഞു തരാനേ പറ്റും. ലാസ്റ്റ് ഫൈനലി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോ ഇനിയിപ്പോ ഇതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ ജസ്റ്റ്. അപ്പൊ അതൊന്ന് ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ വെളുത്തുള്ളിയും മുളകും ഉള്ളിയൊക്കെ കൂടി ചതച്ചത്. സോ അത് ഞാനതിലേക്ക് ചതച്ചാലും മതി. ഞാൻ ജസ്റ്റ് മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇതിന് ശേഷം കുറച്ച് ഞാൻ കപ്പ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, എന്നാലും നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ഉപ്പിട്ടാലും മിക്കവാറും കൂടാനുള്ള ചാൻസ്, അവിടെ എനിക്ക് പേടിയാണ് ഉപ്പിട്. അത് ഞാൻ കുറച്ചിട്ടിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. മീസ് എപ്പോഴും പറയും ഞാനിങ്ങനെ ഉപ്പിട്ടേനാൽ എപ്പോഴും കൂടുതലാകുമെന്ന്. സോ കുറച്ചിട്ടാ പോരെ, പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാ പോരെ. ശരിയാണ്, അതിപ്പോ ഞാനും ഉമ്മച്ചിയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പൊ ഇതിനെ കുറിച്ച് കൂടെന്താ അറിയില്ല. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഞാനിപ്പോ ഓൾറെഡി തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒന്നാം പാല് രണ്ടാം പാല് എന്ന് പറയുന്നത് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. പക്ഷെ ഞാനിത് രണ്ടും കൂടി ഒരു എന്താ പറയാ ഒരു 1.5 കപ്പോളം ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ചാണേ, കുറച്ച് കട്ടിക്ക് തന്നെയാണ്. തേങ്ങാപ്പാലിന്റെ അളവൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് കുറേ നേരം ഇരുന്നിട്ട് കുറെ നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറുകും. കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. നോക്കാം. കുറച്ച് ഞാൻ അധികം തന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ടല്ലേ. കഴിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമാണ്. തറവാട്ടിൽ വെച്ചിട്ട് ഇത്താത്ത ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കപ്പ വാങ്ങിക്കുമ്പോ മിക്കവാറും തന്നെ പാൽക്കപ്പയും
ചിലപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ പാൽക്കപ്പ താത്ത ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ടേസ്റ്റാണ്. പിന്നെ എപ്പോഴോ ഒന്ന് പുറത്തു പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടില് ഇത്താത്തമാരിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ അവർക്ക് എനിക്ക് ആക്ച്വലി എനിക്കങ്ങനെ ഞാൻ ഇങ്ങനെ ഇത്ര വലിയതിലേക്കൊന്നും കേറാത്ത കൊണ്ടിട്ട് അവരിങ്ങനെ അയക്കുമ്പോ എനിക്കൊരു എന്താണ് ടെൻഡൻസി ആണോ അപ്പൊ എനിക്കും ഉണ്ടാക്കണം അമ്മ. അപ്പൊ ഞാൻ ഇന്നലെ ട്രൈ ചെയ്യാൻ നിൽക്കുമ്പോ കപ്പ കിട്ടിയില്ല. അപ്പൊ പിന്നെ ഇന്ന് കപ്പ വാങ്ങിച്ചപ്പോ എന്തായാലും ഒന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. നോക്കാം. അപ്പൊ ഇന്നലെ ഞാൻ ബീഫ് വെച്ചിട്ട് വേറെ ഉണ്ടാക്കിട്ടോ, ബീഫ് കുറുമ ഉണ്ടാക്കി. ആക്ച്വലി ആദ്യമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ചെടുത്തിട്ട് ചപ്പാത്തിന്റെ കൂടെ ബീഫ് കുറുമ ഒന്ന് ട്രൈ ചെയ്തു. അത് ഞാൻ ഷെമീസ് കിച്ചൺ ആണ് ഫോളോ ചെയ്തത്. എന്തോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പേഴ്സണലി നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെ പുകറ്റി പറയുന്നതല്ല, പക്ഷേ അടിപൊളിയായിരുന്നു. നീസിന് ഇഷ്ടമായി. അതിന്റെ കൂടെ ബ്രെഡ് ആവി കയറ്റിയത് അടിപൊളി കോമ്പിനേഷൻ ആണ്. ഞാൻ എന്തോ 1-2 റീൽസ് ഒക്കെ കണ്ടിരുന്നു ഇപ്പൊ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ബ്രെഡ് ആവിയിൽ വേവിച്ചിട്ട് അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ബീഫ് കുറുമ നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയാ, ആദ്യമായിട്ടാണ് ഉണ്ടാക്കണെങ്കിലും അതേപോലെ തന്നെ പറയുന്ന പോലെ ഫോളോ ചെയ്തത് കൊണ്ടിട്ട് സക്സസ് ആയി. എനിക്കും ഇഷ്ടമായി, നീസുവിനും ഇഷ്ടമായി. ആക്ച്വലി നീസുവിന് അങ്ങനെ അങ്ങനത്തെ കറികളൊന്നും അത്ര വെച്ചാൽ അങ്ങനെ ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ ഇങ്ങനെ വെളുത്തിരിക്കുന്ന കറിയില്ലേ അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷെ ഇഷ്ടമായി നീസുവിന്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ പാലക്കപ്പം ഞാനിവിടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ നല്ലപോലെ കപ്പ ഉടഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നല്ല അത്യാവശ്യം നല്ല കപ്പയാണ്, ഇങ്ങനെ പൊടി കൂടുതലുള്ള കപ്പയാണ്. സോ നന്നായിട്ട് നമുക്ക് കിട്ടി. ഇങ്ങനെ ചില കപ്പയൊക്കെ ഇങ്ങനെ വേവാൻ ടൈം എടുക്കും, കറക്റ്റ് കിട്ടില്ല. ഇതെന്തോ ഭാഗ്യത്തിന് നല്ല കപ്പ തന്നെ കിട്ടി. തേങ്ങാപ്പാൽ ഇനി ഒഴിക്കണോന്ന് ചോദിച്ചാ വേണ്ടായിരിക്കും. ഇതിപ്പോ കറക്റ്റ് ഒരു നല്ല കുറുകിയ പോലെ ആയിട്ടുണ്ട്. സോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇന്ന് നീസ് വരുമ്പോ നീസുവിന് ഞാൻ സ്പെഷ്യൽ കപ്പ, പാൽക്കപ്പയും ബീഫും. ബീഫ് കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കേട്ടോ. അത് ഞാൻ ആ പണി കുറച്ച് നേരത്തെ തന്നെ ചെയ്തു. അതിന്റെ വീഡിയോ ഞാൻ പിന്നെ ഒരിക്കലും വേറെ ചെയ്യാം. ബീഫ് ഷാൻജിയോന്റെ ഒരു ബീഫ് കറിയാണ്. ഞാനതും കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. അത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. അപ്പോ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതില് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. കാരണം ഉപ്പ് കുറവാണെങ്കിലേ ഉള്ളൂ. പക്ഷെ ഓക്കെയാണ്, പാകമാണ്. വേണമെങ്കിൽ അതിനെ കുറിച്ചിടാം. വേണ്ട, കൂടിപ്പോയാലോ. സോ വേണ്ട. ഇത് ആക്ച്വലി നല്ലപോലെ കുഴമ്പ് രൂപമായി. ഇനിയിപ്പോ മതി. അപ്പൊ ഇനിയിപ്പോ ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് വറവാണ് വേണ്ടത്. അതായത് കടുക് പൊട്ടിക്കണം. വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ ഉണക്കമുളക് വേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നു. അത്രയേ ഉള്ളൂ. അതാണ് പാൽക്കപ്പ. സിമ്പിളാണ്. നമുക്ക് ഉണ്ടാക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ എന്താ വലിയ സംഭവമാണ്. ഇതായിട്ട് എനിക്ക് തോന്നുന്നു പായസം പോലെ ആയി തോന്നുന്നു. അല്ല, കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഇരിക്കുന്നതോറും ഇത് കുറുകി വരുമല്ലോ. സോ അപ്പൊ നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അപ്പൊ ഞാൻ എന്താ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കേട്ടോ. കടുക് പൊട്ടുന്നതുകൊണ്ട് കുറച്ച് മാറിയിട്ട് നിൽക്കും. ദെൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ കറിവേപ്പില, ഇതൊന്ന് എന്താ പറയാ, ഈ ഉള്ളി ഒന്ന് ചെറിയ ഗോൾഡൻ ബ്രൗൺ ആണ വരെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്കതിലേക്ക് താളിച്ചത് ഒഴിക്കാം കേട്ടോ. സോ അപ്പൊ നമ്മൾ താളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ പാൽക്കപ്പയിലേക്ക് നമ്മൾ ഈ താളിച്ചത് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അത് മിക്സ് ചെയ്യണം.
നമ്മൾ താളിച്ചതൊക്കെ ഇപ്പോൾ പാൽക്കപ്പയിലേക്ക് മിക്സ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഉപ്പും ഇതും ഒക്കെ കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഉള്ളി വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ചെറിയൊരു എരിവൊക്കെ ആയിട്ട്. പിന്നെ ബാക്കി ടേസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ വന്നിട്ട് പറയും ബാക്കി റിസൾട്ട്. ഓക്കെ, ഫൈനലി ഇതാണ് പാൽക്കപ്പ. എടുക്കാം ബീഫ് കറി റെഡിയാക്കിയത്. നമ്മുടെ പാൽക്കപ്പയും ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കഴിച്ചു കഴിഞ്ഞാലാണ് ബാക്കി റിസൾട്ട് നമുക്കറിയുള്ളൂ. അൽഹംദുലില്ലാ കുഴപ്പമില്ല തോന്നുന്നു. റെഡി ആയിട്ടുണ്ട്, കാണാനൊക്കെ രസമുണ്ട്. ഇനിയും കഴിക്കേണ്ട ആള് വന്നിട്ട് ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ കിട്ടുമെന്ന് വിചാരിക്കണം ഇൻഷാ അള്ളാ. സോ അപ്പോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിയാസ് ഡോക്ടർ ഷാഹിന എന്ന യൂട്യൂബ് ചാനൽ എൻ്റെ ജേർണി തുടങ്ങിയിട്ട് ഒരു 3 ഇയേഴ്സ് ടു ഇയേഴ്സ് ആയി. ആക്ച്വലി എൻ്റെ കല്യാണത്തിന് ശേഷമാണ് അങ്ങനത്തെ ചാനൽ തുടങ്ങിയത്. പക്ഷെ ഞങ്ങളിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടൊന്നും റീൽസോ വീഡിയോസോ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു, വല്ലപ്പോഴൊക്കെ. പക്ഷെ ഒരു 1 ഇയർ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ജേർണിയിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് 20K ഫോളോവേഴ്സ് ആയി യൂട്യൂബിൽ. സോ വി ആർ വെരി ഹാപ്പി. സോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയേക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. ഇനിയും ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം നിങ്ങളുടെ. സോ ഞങ്ങൾ പുതിയ പുതിയ കണ്ടന്റും പുതിയ പുതിയ റീൽസും അങ്ങനെ ഓരോന്നും ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ ടൈം ലിമിറ്റേഷൻ വെച്ചിട്ട് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇൻഷാല്ലാ. സോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോസിനൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ. അപ്പോൾ ഇനി പാൽക്കപ്പയും ബീഫ് എങ്ങനെയുണ്ടെന്നുള്ള ന്യൂസ് വന്നിട്ട് പറ്റി ഞാൻ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി, സന്തോഷം, സ്നേഹം എല്ലാവർക്കും. സോ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. കഴിക്കൂ, എൻ്റെ പാൽക്കപ്പയും ബീഫ് കറിയും കഴിക്കൂ. അപ്പൊ ഷാഹിന ഉണ്ടാക്കിയ പാൽക്കപ്പയും ബീഫും കഴിച്ചു നോക്കാൻ പോകട്ടെ. കഴിച്ചു നോക്കട്ടെ. പാൽക്കപ്പ അടിപൊളിയായില്ല. അതിനെക്കാട്ടി എടുത്ത് പറയാനുള്ള ബീഫ് കറി വെച്ചത് സൂപ്പറായിരുന്നു. അടിപൊളിയാണോ? എനിക്ക് കറുത്ത ബീഫ് കറിയല്ലേ ഇഷ്ടം. കറുത്ത ബീഫ് കറി ഇഷ്ടം. നല്ല രസമുണ്ടോ? അടിപൊളിയായില്ലേ? കണ്ട ബീഫ് കറി ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ലല്ലോ. അന്ന് ഫ്രൈ ചെയ്തത് കൊളായി പോയി. ഇന്ന് സക്സസ് ആയി. പാൽക്കപ്പ എങ്ങനെയുണ്ട്? പാൽക്കപ്പ ഒരു വെറൈറ്റി ടേസ്റ്റ്, അടിപൊളിയാണ്. വെച്ചാലേ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ നല്ല വെളുത്തുള്ളിന്റെയും പച്ചവളതിന്റെ ഒക്കെ ആ ഒരു ഉള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നില്ലേ? രസമുണ്ടല്ലേ? അപ്പോ അപ്പൊ ഇതാണ് എന്തായാലും സക്സസ് ആയി. നീസു എനിക്ക് 100 സർട്ടിഫിക്കറ്റ് 100 മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഒരു ബൈ പറഞ്ഞേക്കൂ.